എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 28-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്താദ്യമായി പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചിരുന്നു. നൈര കമ്പനിയാണ് ആദ്യമായി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത്. ഇതിന് പിന്നാലെ ഇന്ധന വില കുതിക്കുമോ എന്ന ആശങ്കയ്ക്ക് വിരാമമിട്ടുകൊണ്ട് പെട്രോളിനും ഡീസലിനും ഈടാക്കുന്ന അധിക സെസ് തീരുവ കുറച്ച് കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ച പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് പ്രകാരം പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവയിൽ ലിറ്ററിന് 10 രൂപ വീതമാണ് കുറച്ചിട്ടുള്ളത്. ഇതോടെ ലിറ്ററിന് 13 രൂപയുണ്ടായിരുന്ന പെട്രോളിന്റെ അധിക എക്സൈസ് തീരുവ 3 രൂപയായി കുറഞ്ഞു. ഡീസലിന് 10 രൂപ അധികം ഉണ്ടായിരുന്ന എക്സൈസ് തീരുവ ഒഴിവാകുകയും ചെയ്തു. പെട്രോളിനും ഡീസലിനും ചില്ലറ വിൽപ്പന വില ഉടൻ കൂടാതിരിക്കാനാണ് പുതിയ തീരുമാനം. 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. എന്നാൽ ഇത്രയും തുക കുറഞ്ഞിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വില കുറയില്ല. അധിക എക്സൈസ് തീരുവ കുറച്ചത് ചില്ലറ വിൽപ്പനയിൽ പ്രതിഫലിക്കില്ല. എക്സൈസ് തീരുവ കുറച്ചതിലൂടെ ഉപഭോക്താക്കൾക്ക് ഗുണം ലഭിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോഴുള്ള എണ്ണവില കൂടിയില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. ആഗോള ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾക്കാണ് തീരുമാനം അനുകൂലമായിട്ടുള്ളത്. സ്വകാര്യ എണ്ണ കമ്പനിയായ നയാര പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കഴിഞ്ഞ ദിവസം വർധനവ് വരുത്തിയിരുന്നു. വില കൂട്ടാനുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് നയരയുടെ വില വർധനവ്. വരും ദിവസങ്ങളിൽ മറ്റ് കമ്പനികളും വില വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ആ ആശങ്കക്കൊടുവിലാണ് ഇപ്പോൾ എക്സൈസ് തീരുവയിൽ കുറവ് വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വില വർധനവ് ജനങ്ങളെ നേരിട്ട് ഇപ്പോൾ ബാധിക്കില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് റീചാർജ് ചെയ്യുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മൊബൈൽ റീചാർജ് പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ 30 ദിവസത്തെ പ്ലാനുകൾ അവതരിപ്പിക്കാൻ ടെലികോം മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. നിലവിലെ 28 ദിവസത്തെ പ്ലാനുകൾ മൂലമുണ്ടാകുന്ന അസൗകര്യങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളുടെ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ കണക്കിലെടുത്താണ് നടപടി. ഇതിനു പിന്നാലെ പാർലമെന്റിൽ താൻ ഉയർത്തിയ ആവശ്യം ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. രാജ്യത്തിൽ ആം ആദ്മി പാർട്ടി MP രാഘവ് ചൗധരിയും അടുത്തിടെ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചിരുന്നു. 28 ദിവസത്തെ പ്ലാനുകൾ പൂർണ്ണമായും നിർത്തണമെന്നായിരുന്നു രാഘവ് ചൗധ ആവശ്യപ്പെട്ടത്. ഈ പദ്ധതിയിൽ ഉപഭോക്താക്കളെ വർഷത്തിൽ കൂടുതൽ തവണ റീചാർജ് ചെയ്യാൻ നിർബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. ഇത് ഓരോ ഗുണഭോക്താവിനും അധിക ബാധ്യത വരുത്തുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രി ജ്യോതിരാദിത്യനാഥ് സിംഗ് ഇത് അംഗീകരിക്കുകയും 30 ദിവസത്തെ വാലിഡിറ്റി പ്ലാനുകൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിൽ ടെലികോം ദാതാക്കൾ അവതരിപ്പിക്കുകയും ചെയ്യണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്ലാനുകൾക്ക് എത്രയാണ് വില നിശ്ചയിക്കുക എന്നത് ഇപ്പോൾ പറയാനാകില്ല. അത് ടെലികോം കമ്പനികളാണ് തീരുമാനിക്കുക. രാജ്യത്തെ ടെലികോം മേഖലയിൽ നടന്നു വരുന്ന 28 ദിവസത്തെ ബില്ലിംഗ് സൈക്കിൾ തട്ടിപ്പിനെതിരെ പാർലമെന്റിൽ സെഷനിൽ 2025 ഡിസംബർ 17 വിഷയം ലോക്സഭയിൽ അൺസ്റ്റാൾ ചോദ്യമായി ഉന്നയിക്കുകയും കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിനു വേണ്ടി സഹമന്ത്രി ഡോക്ടർ പൊമ്മ ഡാനി ചന്ദ്രശേഖർ മറുപടി നൽകുകയും ചെയ്തിരുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയം ആദ്യമായി ലോക്സഭയിൽ താനാണ് ഉന്നയിച്ചത് എന്നും തുടർന്ന് ഫോളോ അപ്പ് എന്ന നിലക്ക് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളന വേളയിൽ 2026 മാർച്ച് 11 വീണ്ടും വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നും ഈ കാലയളവിൽ ആവശ്യമായ അനുകൂല നടപടി സ്വീകരിക്കണം എന്ന് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നും ഈ വിവരം നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ് എന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ആധാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ട്, അത് കുറച്ചുകൂടി കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഡിജി ലോക്കർ മുഖേന ആധാർ കാർഡ് വാട്സപ്പിലൂടെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. മൈ ഗവ് ഹെൽപ്പ് ഡെസ്ക്
ചാറ്റ് ബോട്ട് വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. UIDAI പോർട്ടലിലെ തിരക്കോ ക്യാപ്ച കോഡുകളുടെ നൂലാമാലകളോ ഇല്ലാതെ തന്നെ 24 മണിക്കൂറും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. വാട്സപ്പിലൂടെ ആധാർ കാർഡ് ലഭ്യമാകുന്നതിന് ആദ്യം 90 13 15 15 15 എന്ന മൊബൈൽ നമ്പർ സേവ് ചെയ്യുകയാണ് വേണ്ടത്. വാട്സപ്പ് തുറന്ന് ഈ നമ്പറിലേക്ക് ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന സന്ദേശം അയക്കുക. ചാറ്റ് ബോട്ട് നൽകുന്ന ഓപ്ഷനുകളിൽ നിന്നും ഡിജി ലോക്കർ സർവീസ് എന്നത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചാറ്റ് ബോട്ട് ചോദിക്കും. ഉണ്ടെങ്കിൽ യെസ് എന്ന് നൽകുക. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഡിജി ലോക്കർ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ നേരത്തെ അക്കൗണ്ട് വളരെ ലളിതമായി തുടങ്ങാൻ സാധിക്കുന്നതാണ്. സ്വർണ്ണവില ഇന്ന് നേരിയ രീതിയിലാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 13,265 രൂപയും പവന് 120 രൂപ വർദ്ധിച്ച് 1,06,120 രൂപയും ആയിട്ടുണ്ട്. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 5 മാസത്തേതാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാന ക്ഷേമനിധി ഓഫീസിൽ നിന്നും ജില്ലാ തലങ്ങളിലേക്ക് അത് അയച്ച് അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. അത് പിന്നെ ഓരോ ഗുണഭോക്താവിനും ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും 5 മാസത്തെ തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. പെൻഷൻ കാത്തിരിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്നവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസത്തേത് കാത്തിരിക്കുന്നവരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ്റെ കാര്യം തന്നെയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തെ അതായത് 18 മാസത്തെ കുടിശ്ശികയുണ്ടായിരിക്കെ മുഴുവൻ നൽകുമെന്ന് പറഞ്ഞിരുന്ന് പിന്നീട് ഇതിപ്പോൾ 5 മാസത്തേത് നൽകാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 മാസത്തെ തുക വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന കെട്ടിട നിർമ്മാണ ഭവനിൽ നിന്നും അറിഞ്ഞിട്ടുള്ള വിവരം. എല്ലാ ജില്ലാ തലങ്ങളിലേക്കും അത് അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക കൈമാറുന്നതാണ്. ഓരോ ഗഡുക്കളായിട്ടാണ് ആ ഒരു തുക വിതരണം ചെയ്യുക. അതായത് 1600-ൻ്റെ ഘട്ടം ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഒക്കെ 1600-ൻ്റെ 5 ഗഡുക്കളായിട്ടാണ് ലഭിക്കുക. അവർക്ക് പെൻഷൻ കൂട്ടിയിട്ടില്ല, 1600 തന്നെയാണുള്ളത്. 18 മാസത്തെ കുടിശ്ശികയാണുള്ളത്. 18 മാസത്തെ കുടിശ്ശിക പ്രകാരം ഓരോ ഗുണഭോക്താവിനും 30,000 രൂപക്ക് അടുത്ത് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ 5 മാസത്തേത് 8,000 രൂപയുടെ വിതരണം മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല ആളുകൾക്കും തുക ലഭിച്ചിട്ടില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വിശദാംശങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. ഹലോ 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 ആ ഇത് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡല്ലേ? അതെ മേഡം ഇന്നലെ വിളിച്ചപ്പോഴേ 5 എണ്ണം കൊടുക്കുന്നാണ് പറഞ്ഞത്. ഞാൻ ഓൺലൈൻ ചാനലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ 5 എണ്ണം കൊടുക്കുന്നാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ ഒരെണ്ണം കിട്ടിയുള്ളൂ എല്ലാവർക്കും. ഇവിടുന്ന് 5 മാസത്തെ പെൻഷൻ ചീഫ് ഓഫീസർ 14 ജില്ലകൾക്ക് അയച്ചിട്ടുണ്ട്. അതാത് ജില്ലക്കാരാണ് പെൻഷൻകാർക്ക് കൊടുക്കേണ്ടത്. ഞങ്ങളല്ല ഇവിടുന്ന് പോയിട്ടുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ ചാനലില് കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഓരോന്നും കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് ബോക്സ് വന്നിരിക്കുന്നത്. അത് നമുക്കറിയില്ലല്ലോ. ഇവിടുന്ന് പോണ കാര്യമില്ല നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതാത് ജില്ലക്കാരല്ലേ അവർക്ക് അയക്കുന്നേ. രണ്ട് ദിവസം താമസമാണോ ഉണ്ടോ നമുക്കറിയില്ല. ഇവിടുത്തെ കാര്യമില്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കമന്റ് ബോക്സിൽ കയറിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ആൾക്കാർ നിങ്ങൾ എന്താ ആൾക്കാരെ കളിയാക്കണമെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇന്ന് വിളിക്കാൻ കാരണം രാവിലെ തന്നെ. അതെ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അവിടെ ഇനി എന്താണ് എഴുതി വരുന്നതിന് താമസം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ നിന്ന് അയച്ച കാര്യമേ എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ മാഡം. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ്റെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ആ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ, ഒന്നിൽ കൂടുതൽ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ 9-ാം തീയതിക്ക് മുമ്പ് ഒരു ഗഡു കൂടി വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 25 മുതൽ ആരംഭിക്കേണ്ടതായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ജനങ്ങളുടെ കയ്യിൽ എത്തിച്ച് അത് ഒരു വോട്ട് ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ 25-ാം തീയതിക്കത്തെ വിതരണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഒരുമിച്ചായിരിക്കും ഇനി ലഭിക്കുക. അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ആളുകൾക്ക് 2000-ൻ്റെ 2 ഗഡുക്കളായിട്ട് ഈ 31-ാം തീയതി കയറാനാണ് സാധ്യത. ഇന്നലെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അതും അവർക്ക് ഉറപ്പ് പറയാനാകില്ല. പക്ഷേ ആ ഒരു തുക ലഭിക്കുന്നതാണ്. 9-ാം തീയതിക്ക് മുമ്പ് എന്തായാലും ഉറപ്പായിട്ടും 4000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്.
പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ കൃത്യമായിട്ട് വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ